എല്ലാവർക്കും ഈദ് മുബാറക്. ഇട്ട് കൊടുക്കണ ആദ്യക്കുട്ടിക്കാട്ടോ മൈലാഞ്ചി ഉദ്ഘാടനം ചെയ്യണത്. വലിയ പൂവാടുന്ന തന്നെ ഓൻ തട്ടുട്ടോ. അപ്പൊ അതിന് വേണ്ടിട്ട് കൊറച്ച് ഇപ്പിട്ട് കൊടുക്കണുള്ളൂ. ആദ്യക്കുട്ടിക്ക് ഇതായിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ പൂവാട്ട് ഇട്ടുകിട. ഇനി പുറത്തിട്ട് കൊടുക്കണ്ടേ? കൈയിന്റെ പുറത്ത് ഇത് ഉണങ്ങിട്ട് ഇടട്ടണീ. നഖത്തുമലൊക്കെ ഇടണം. വാങ്ങിയ മൈലാഞ്ചി കണ്ടോ? ഇത് കട്ടിക്കുന്ന ഇത് എന്താണ് ശർക്കര മൈലാഞ്ചി വീട്ടിലുണ്ടാക്കണേ. അത് വാങ്ങിയതുണ്ടോ? 6 മണിക്കൂറൊക്കെ വേണ്ടതൊന്ന് ചോക്കാൻ. അപ്പം പിന്നെ ഞങ്ങൾ ബിഗ് ബി വാങ്ങിയിരുന്നു. അതിട്ട് കൊടുത്തു. അത് വേഗം ചോക്കുമല്ല. കുട്ടികൾക്കൊക്കെ ഇപ്പം അതേ നടക്കുള്ളൂ കേട്ടോ. 6 മണിക്കൂറൊക്കെ നിൽക്കുമ്പോഴത്തേന് കയ്യും കാട്ടി നിൽക്കൂല. അപ്പം മാസം കണ്ട് നാളെ പെരുന്നാളാണ്. അപ്പം ഞാൻ അരിച്ചാക്കും കൊണ്ട് ഓടുന്നേട്ടാ കാണുന്നത്. പൊന്നെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ കവറൊക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ 10 കവറിലാക്കാമെന്ന് വിചാരിച്ച് 1.5 kg വെച്ചിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു 4 വീട്ടിലേക്കൊക്കെ കൊടുക്കാനുണ്ടാവുള്ളൂ. 15 kg ഉള്ളൂ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കുറേ വീട്ടിൽ കൊണ്ടുപോകണം. അവർക്ക് അതൊരു രസം കേട്ടോ. ഇതാണ് ചെറിയ പെരുന്നാളിൻ്റെ രസം കേട്ടോ, അരി കൊടുക്കൽ. അങ്ങനെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ഒരു ഇതിൽ നിൽക്കിയിരിക്കും ഇത് കൊണ്ടേ കൊടുക്കാൻ. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വരും കേട്ടോ. പൊന്നൂരാണെങ്കിലും അവർക്കൊക്കെ കൊണ്ടേ കൊടുക്കണം. അങ്ങനെ ഞാൻ 10 കവറാക്കി. ഞാൻ കുറച്ചാക്കി. പിന്നെ ഞങ്ങൾ അരിയൊക്കെ 10 കവറാക്കിന് കേട്ടോ. നമ്മൾ 15 kg ഇങ്ങനെ വീടുകളിൽ കൂടെ കൊടുക്കണം കുട്ടികൾക്ക്. ചിലപ്പോൾ അങ്ങനെ ആക്കിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാം കൂടെ പള്ളിക്ക് കൊടുത്തേക്കായിരുന്നു കേട്ടോ. പൈസ കൊടുത്തേക്കായിരുന്നു പള്ളിയിൽ. അവർ ബിരിയാണിൻ്റെ അരിയല്ല അയച്ച് പള്ളിയിൽ നിന്ന് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേട്ടോ ബിരിയാണിൻ്റെ അരിയാണ് പള്ളിയിൽ നിന്ന് കിട്ടും. 3 കിലോ കിട്ടും. അങ്ങനെ കഴിഞ്ഞൂറി ഞങ്ങളെ പൈസ കൊടുത്തേക്കായിരുന്നു. ഇക്കുറി നമ്മളിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടേ കൊടുക്കടാ ഇടാ പോലെ ഇങ്ങനെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാണ്. ആദ്യം പോവണ്ടാ ഇടാ ഇജ്ജ് പോവണ്ടാ പോവുക. ലൈറ്റ് അടിച്ചുകൊണ്ട് ഒക്കെ പോവുന്നുണ്ട് കേട്ടോ. ആദ്യം 4 വീട്ടിൽ കൊടുക്കുക, പിന്നെ ബാക്കിയുള്ള വീട്ടിൽ കൊടുക്കുക. അപ്പോൾ അവർ അരിയൊക്കെ കൊടുത്ത ശേഷം ഞാനും മുത്തുട്ടി ആദ്യം ബായും കൂടി പുറത്തിറങ്ങിയിട്ട് എൻ്റെ ചുരിദാറും മാക്സിയൊക്കെ അടിച്ചാൻ കൊടുത്തിരുന്നേ അങ്ങാടിയിൽ. അങ്ങനെ അവിടെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കട ഞാൻ അടിച്ചാൽ വിചാരിച്ചിട്ട് കട അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സമയം കുറച്ച് ആയിട്ടുണ്ടായിരുന്നിട്ട്. പക്ഷേങ്കിൽ പെരുന്നാളായിട്ടാവും കടയൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി കടയിൽ കയറി കണ്ട് പിന്നെ ഒരു മൈലാഞ്ചി വാങ്ങിയിട്ടോ. മറ്റേ മൈലാഞ്ചി കുറേ സമയം പിടിക്കും എന്താന്ന് ഉണങ്ങിയിട്ടേ ചുവന്ന് കിട്ടാൻ. അപ്പം പിന്നെ ഒരു മൈലാഞ്ചി കൂടെ വാങ്ങിയിട്ടോ. പൊന്നും അല്ല വീട്ടിലാണ്. ഞങ്ങൾ വേഗം പോകുന്നതാണ്. അടിച്ചിട്ട് ഞാൻ പകൽ വാങ്ങാൻ വരണം കരുതി. പിന്നെ ഓരോ പണിയിലായിട്ട് അങ്ങനെ ഇതായിപ്പോയി. അപ്പം ഇപ്പോൾ വേഗം വന്ന് വാങ്ങിയതാണ്. 2 ചുരിദാറും ഒരു മാക്സിയും കൂടെ അടിക്കാണ്ട്. പെരുന്നാൾക്ക് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിക്കാണ് കേട്ടോ. ഇതാ ഒക്കെ കഴിക്കലാണ്. മൈലാഞ്ചിട്ടണിയെ ഏതിട്ട് അതാ ലുവിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്ര മതിയോ? അങ്ങനെ ഉള്ളിയൊക്കെ ബിരിയാണിക്കുള്ള ഉള്ളി തൊലിച്ചാൻ വേണ്ടി വെച്ചതാണ്. തൊലിച്ചാണ്ട് നമ്മൾ അടച്ചു വെച്ചാലേ പിന്നെ ഉള്ളി ചതച്ചൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഒരു ഉച്ചയാകുമ്പോൾ തന്നെ ചതച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ രാവിലെ അത്ര കരുതിയതില്ലല്ലോ. തക്കാളി ഒന്നും ഞാൻ പരിഞ്ഞ് വെക്കണില്ല. ഇത് ഭാഗം കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തൊലിച്ച് കൊടുക്കട്ടെ. എന്നാലും എടുത്ത് വെച്ചാൽ കുറച്ച് ബിരിയാണി വെക്കണുള്ളൂ. അപ്പോൾ പിന്നെ അതിനുള്ള ഉള്ളി മാത്രം എടുത്തിട്ടുള്ളൂ. എനിക്ക് കൊടുന്ന ചിക്കനാണ് കേട്ടോ. ആകെ ഐസായിക്കണു. അപ്പം ഇനി ഇത് ഐസ് മാറിയിട്ട് ഒന്ന് കായൊക്കെ ഒന്ന് പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ബാക്കി എന്താണെന്നോ ഇത് കണ്ടില്ലേ ഫുൾ ഐസാണ്. ബാക്കി ചിക്കൻ എപ്പോൾ കൊടുന്നാൽ അപ്പം ഫ്രീസർക്ക് വെക്കണം കേട്ടോ. അല്ലാതെ തിന്നാനായിക്കൂല. എന്നിട്ട് ഈ ബ്ലഡൊക്കെ ഒന്ന് ഇതായിട്ട് പോകണം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്പം തന്നെ കയറ്റി വെച്ചിരുന്നു. ഇത് എത്ര 2 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ ചിക്കന്. അപ്പം ഞാൻ 1 kg ഒക്കെ അരി വെക്കാമെന്ന് വിചാരിക്കണം. ബിരിയാണി വെക്കാമെന്ന് കരുതുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വെള്ളം ഉണ്ടോ ലൈറ്റൊക്കെ ഇട്ടിക്കണം കേട്ടോ. കുറച്ചുകൂടി ഇല്ലത് പുറത്തുനിന്ന് റോട്ടിൽ നിന്ന് ഫുള്ള് കാണുള്ളൂ കേട്ടോ. അടിയിലൊക്കെ ഉണ്ടേ റോട്ടിൽ നിന്നേ കാണുള്ളൂ. ബാക്ക് പതിന് പണി മുറ്റത്തൊന്നും ശരിക്ക് കാണുന്നില്ല. നമ്മൾ ബിരിയാണി എക്സ്പേർട്ട് ഇതാട്ടോ. ഉള്ളി അരിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുള്ള് ഇതാ കഴുകി അങ്ങനെ ആക്കി ഇനി ഈ പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ അടച്ചു വെക്കുന്നതായിരിക്കും. രാവിലെ പെട്ടെന്ന് നമുക്ക് പണി തീർക്കാം. എൻ്റെ കയ്യുമ്മക്ക് വരിക അതാണ് ഞാനാദ്യം. 9 മണി ആയിക്കണിട്ടപ്പോൾ ഉള്ളി വെട്ടൽ കാര്യമൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ കാണിച്ചു തരട്ടെ. ആദ്യം കുട്ടനെ മൈലാഞ്ചി അഞ്ചെടുത്താ
എത്രേ താഴ്ത്തി കൊടുക്കേ, താഴ്ത്ത് കയ്യേ. എത്ര വട്ടാ എൻ്റെ പൊന്നിട്ടെടുത്ത് ഓരോ കുത്ത് പോയിട്ട് ഇടിച്ചിട്ട് കണ്ട കൈമലൊക്കെ നിറയെ കുത്തിടിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല. അവിടെ ഇതാക്കണു അല്ലുവിൻ്റെ ഒരു കൈമ്മൽ കൂടെ ഇടുന്നുണ്ട്. മുത്തുട്ടിൻ്റെ 2 കൈയും കഴിഞ്ഞു. ഇനി എൻ്റെ പൊന്നൂൻ്റെ ഉണ്ട്. എന്തായാലും 11 മണിയാവില്ല പൊന്നോ. ഇത് അല്ലുവിൻ്റെ സിമ്പിളിലെ അത് തന്നെയാണ്. ഇതും അല്ല വേറെ എന്ത് മുത്തുട്ടി ഇത്ര മതിയോ? ഇതൊക്കെ എത്ര ഇപ്പത്തെ മോഡൽ കേട്ടാ. പഞ്ചസാര നാരങ്ങയും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് എനിക്കൊന്നുമില്ല, ഒന്നും ആവും തോന്നണില്ല. ഇനി രാവിലെ എണീറ്റിട്ട് വെളിച്ചെണ്ണയും കൂടി തേച്ച് കൊടുക്കണം. അപ്പോഴാണ് ഏത് നേരത്തിട്ടല്ലോ ചോക്കുണ്ടാ. എൻ്റെ കയ്യുമ്മലിടാല മൈലാഞ്ചി തരിക കേട്ടോ. അങ്ങനെ ഇടല് തുടങ്ങിയാണ്. ഇവിടുന്ന് ഇട്ടിട്ട് തന്നെ ഈ ഒരു അവിടുന്ന് അങ്ങനെ അവിടുന്ന് തുടങ്ങി ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മൈലാഞ്ചി ഇതാ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്ര ഒരു കൈമ്മ മാത്രം ഇട്ടിട്ടുള്ളൂ. ഇതാ പൊന്നു ഇടണുള്ളൂ. ഉടനെ തുടങ്ങിയിട്ടില്ലേ, തുടങ്ങണുള്ളൂ കേട്ടോ. ചിക്കന് ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് പോകുന്നതാണ് കേട്ടോ. ഒന്നും നോക്കിയിട്ടില്ല. നേരം 9:50 ഞാൻ ചിക്കന് അതിൽ നിന്ന് 3/4 എടുത്തോണം കേട്ടോ. ഒരു 1.5 kg എടുത്തിട്ടുണ്ടാവും. കായം പറിച്ച് ഒക്കെ റെഡിയാക്കിയാണെങ്കിൽ രാവിലെ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ബിരിയാണി ഉണ്ടാക്കിയാൽ മതി. തേകാലയാണ് കേട്ടോ. പൊന്നു ഇട്ട് കഴിഞ്ഞിട്ടില്ല. അവളത് കണ്ടെങ്കിൽ അത്രയും ഇട്ടാണ്ട് ആ ഒരു ഇതിൽ കാണുന്ന അത്ര വേഗം നോക്കുക ചെയ്യും. ഇട്ടാണെങ്കിൽ ഉറക്കം വരൽ തുടങ്ങി. എൻ്റെ ഉണങ്ങിക്കണം കേട്ടോ. ഞാൻ അതിട്ട് കിടക്കണം. എന്തേലും ആക്കണം എന്നെ ഇതുപോലെ. പിന്നെ രാവിലെ എണീറ്റ് ചായക്കുള്ള പാല് വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ച് ഉഷാറാവെന്ന് വെച്ചാൽ ഞാൻ 4:15 എണീറ്റിട്ടുണ്ടേ. മുത്തുട്ടി ഇതാ എണീറ്റ് വന്നു കേട്ടോ. മുത്തുട്ടി ഈദ് മുബാറക്. എന്താണ് കുളിച്ചെന്നാൽ പോയിട്ട് ചെല്ലേ. ഹായ്. അപ്പം ഞാൻ അങ്ങനെ അരിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ എടുത്തിട്ടുള്ളൂ. നിങ്ങളൊക്കെ എന്താ ഉണ്ടാക്കണേ? ഇവിടെ ബാക്ക് സാദാ ചോറും ഇറച്ചിയും മോരാച്ചിയൊക്കെ വേണ്ടത്. പക്ഷെ എങ്കിൽ കുട്ടികൾക്ക് ബിരിയാണി വേണം. പിന്നെ മന്തി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബിരിയാണി ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. കുട്ടികൾക്ക് മന്തിയാണ് ഇഷ്ടം. ഞാൻ മന്തി ഉണ്ടാക്കിയാൽ മതി. പക്ഷെങ്കിൽ അത് കുറേ സമയം ഇങ്ങനെ നിൽക്കേണ്ടി വരും വിചാരിച്ചിട്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. പ്ലാൻ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ പ്ലാനൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇത് ഉണ്ടല്ലേ, ഉള്ളി കുറച്ച് മൂപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് തെക്ക് പേര് ചെല്ലുണ്ട് കേട്ടോ. അവിടെ നിന്ന് കണ്ട പള്ളിക്കന്ന് കേക്ക് ഉണ്ടാവും. അപ്പോൾ കുട്ടികളൊക്കെ എണീപ്പിക്കട്ടെ. 5 മണി 5:10 ഇന്നലെ ഉണ്ടല്ലോ ഉറക്കം തന്നെ വന്നിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവൂലേ. കാരണം രാവിലെ അറിയില്ലേ എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ. 4:15 ഞാൻ എണീറ്റ്. 4:15 എണീറ്റാണ്ട് കുറച്ച് സമയം അവിടെ തന്നെ നിന്ന്. കാരണം ആ ഒരു നോമ്പില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിലായിപ്പോയി. പിന്നെ എന്തെങ്കിലും വേഗം എണീറ്റ് പോന്നു. കാട്ടുന്നതിൻ്റെ അടിയിൽ ഞാൻ മൈലാഞ്ചി ചുണ്ടിൻ്റെ വിരലുണ്ടല്ലോ ചെറിയൊരു മഞ്ഞയായിട്ടുള്ളൂ. കണ്ടോ മൈലാഞ്ചി ഈ ഒരു കളറ് ഉണ്ടെന്നാക്കും. അപ്പോൾ ഒരു ജാതി ഒരു നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ടുകാണ്ട് കളറ് പിടിക്കാത്ത ചേരില്ല അത്. അപ്പം ഞാൻ മൈലാഞ്ചി ഇട്ടാട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ചോക്കും. മുത്തുട്ടിൻ്റെ മൈലാഞ്ചി മഞ്ഞായിട്ടുണ്ടല്ലോ. അതിൻ്റെ മേലെ മറ്റേ മൈലാഞ്ചി ഇട്ടിട്ടോ ബിഗ് ബീട്ടൊക്കെയാണ്. അല്ലാതെ പച്ചതന്നെ എടുക്കേ. എന്തൊരു മഞ്ഞൻ്റെ മുഖത്തൊക്കെ അടിച്ചിട്ട്. അപ്പോൾ തലയിൽ വെളിച്ചെണ്ണ പണ്ടൊക്കെ ഉണ്ടല്ലോ. പണ്ടല്ല ഞാൻ ചെറുതായെന്നൊക്കെ ആകെ വെളിച്ചെണ്ണയ്ക്കുന്നു. മേലൊക്കെ വെളിച്ചെണ്ണ കുറച്ച് വലുതായിട്ട് തന്നെ ആകെ തേക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കണ്ടല്ലേ പിന്നെ ഇവളൊക്കെ മുഖത്തൊക്കെ കയ്യുമൊക്കെ അപ്പോൾ ഒരു ഇതട്ടപ്പന് കഴുകണം. ഇവർക്കൊന്നും അങ്ങനെ പറ്റൂല. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ. എൻ്റെ നഖം കണ്ടില്ലേ ചോന്തിട്ട് നമ്മളെ ബിഗ് ബിയൻ ഇട്ട അവസാനം. ഇതെന്താ കാട്ടുക എനിക്കല്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും ആവിയേക്കും. സമയം 6 മണി ആയിക്കണം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിച്ചു എന്താ അവളൊരു കാട് കാണിക്കണം. കാടല്ല, എൻ്റെ പുതിനയില കൃഷിയുണ്ടത്. കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പുതിനയിലിൻ്റെ ഇതുണ്ടല്ലോ തണ്ട് കുഴിച്ചിട്ടാട്ടത് ഞാൻ. അപ്പോൾ നല്ല ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ബിരിയാണി ദമ്മിടാനായിക്കണം. മല്ലിയില അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. എനിക്കറിയില്ല. പുതിനയില ഇപ്പോൾ നോമ്പിന് നമുക്ക് നാരങ്ങൾക്കൊക്കെ ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുത്തിരുന്നു കേട്ടോ. കണ്ടില്ല നല്ല ഫ്രഷ് ഇല. അങ്ങനെ നമ്മൾ
നമ്മളെ ചോറിൻ്റെ ഭണ്ടാരിനെ വിളിച്ചിട്ടുണ്ട് ചോറുണ്ടാക്കണേ കുക്കറിലാവുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാക്കി ഇറക്കാൻ കഴിയുന്നില്ലേന്ന് ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. പുട്ട് വേണം പറഞ്ഞതാ പപ്പടം പൊരിച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇവിടെ ചിരവിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താക്കണം അത്രയും കറുപ്പൊക്കെ ചിരകി വെച്ച് കേട്ടോ. പോയോക്കട്ടെ. ആകെ ഉള്ളൊരു പള്ളി പോകാനുള്ളൊരു ആൺകുട്ടിയാണ് ഓനെ കണ്ട കിടക്കണ. ബിരിയാണി 2 വിസിലടുപ്പിച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ റൈസല്ലോ വെന്തോട്ടേന്ന് വിചാരിച്ചു. മണം ഭയങ്കര മണം കേട്ടോ. കാരണം ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ സാധനം ഇപ്പം ഇട്ടിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ദമ്മിടലാണ്. പക്ഷെ ഇപ്പം തന്നെ മണം സഹിക്കാവില്ല. നമ്മളെ പുട്ട് വഴിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കറി ഉണ്ട് കേട്ടോ ഇന്നലത്തെ. പിന്നെ പപ്പടം വേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. ചായ ഉണ്ട്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇതിൻ്റെ മാത്രമേ ഉള്ളൂ. അതല്ലേ മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് വെച്ചാൽ എൻ്റെ പായസമാണ് കേട്ടോ. അതിൻ്റെ ഇത് കൂടെ കണ്ടോ, ആ പായസം കൂടെ റെഡിയാക്കാണ്ട്. പായസത്തിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിക്കണം കേട്ടോ. ഞാൻ ഇത് ഒഴിക്കോട്ടെ, മിൽക്ക് മേഡ് ഒഴിക്കലുണ്ട്. പിന്നെ ഇത് ഇനിയിപ്പോൾ വേവിച്ചെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. ഏലക്ക പഞ്ചസാരയിൽ പൊടിക്കാൻ വേണ്ടി വെച്ചാണേ. പിന്നെ പാല്, ഈ പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. പാലട ഇതുണ്ടല്ലോ, അത് വെന്തിട്ടാൻ വലിയ പാടാട്ടോണ്ടോ. പാലട ഒന്നും വയ്ക്കുക. എത്രയോ നേരമായി വെച്ചിട്ടുണ്ടോ. പാലിലല്ലോട്ട് വെച്ചിട്ടുണ്ട്, വെറും വെള്ളത്തിൽ വെച്ചേക്കാണ്. പാലിൽ വെച്ചിന് പിരിയാവോ പേടിച്ചിട്ടാട്ടോ. പാൽ ഇന്നലെ രാവിലെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ അവസാനം പാൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും അത് പാലിലായിട്ട് വേവിച്ചെടുക്കണ്ടേ. രണ്ടാളിവിടെ മാറ്റിയിരിക്കണം കേട്ടോ. മുടി പൗഡർ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അതുണ്ടാക്കിയില്ലേ, അതുണ്ടാക്കി നേരെ പോവാം. മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിത്തരാം കേട്ടോ. ഹലോ ടീയ, ചായം പൊട്ടി വേണോ? ഉറക്കത്തിൻ്റെ അതുകൊണ്ട് വിട്ടിട്ടില്ല. മൈലാഞ്ചി അടിച്ചെടുത്താ പൊന്നു നിൽക്കണ കാലം കണ്ട. ഇത് ഡ്രസ്സ് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, വീട്ടിട്ടിട്ടില്ല. കുളിയെ കഴിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. ഇനി അതിൻ്റെ മേലെ പർദ്ദ ഇട്ടിട്ടാണ് പോകണം. ഞാൻ ഇവിടെ 5 മിനിറ്റ് ഇരിക്കാൻ വന്നാണ്. പായസം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ 5 മണിയാകുമ്പോൾ അവിടെ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയതല്ലേ. അപ്പം പിന്നെ അന്ന് വന്നിന്ന് ഇപ്പം ആദ്യം എണീറ്റാഞ്ഞ് ആകെ കച്ചറേ കരവരൊക്കെ പള്ളിയിൽ പോയത് അറിഞ്ഞാൽ. ആദിക്കുട്ടി പള്ളിയിൽ പോവും. ആദിക്കുത്താ എണീറ്റ് എന്നോട് മുണ്ടൂല എത്ര ഓനെ കുളിപ്പിച്ചതിൻ്റെ കീറിയാട്ടോ. ഇതൊരാളവിടെ മോക്കനൊക്കെ ഇട്ട് കിടക്കിട്ട് പോവാൻ വേണ്ടിയിട്ട് കാട്ടിയാ. ഉമ്മച്ചി കാട്ടിയിട്ടില്ലമ്മ, ഉമ്മച്ചി കാട്ടിയിട്ടില്ല. ഓനക്ക് രാവിലെ നീച്ച് കണ്ട് മിൽക്ക് മേഡാട്ടോ കുടിച്ചിക്കണത്, വേറെ ഒന്നും തന്നിട്ടില്ല. മുന്തിരിയാണ് കയ്യിലുള്ളത്. ബെഡ്ഷീറ്റൊക്കെ മാറ്റണ തിരക്കിലാട്ടോ. ഇന്നലെ ഇട്ടിരുന്ന ബെഡ്ഷീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതല്ല മറ്റേത് ഇത് കേട്ടോ, ഈ ഒരു ബെഡ്ഷീറ്റ്. അപ്പോൾ അതൊക്കെ മാറ്റുകയാണ്. ഇവർ വരുമ്പോഴത്തിന് ഞാൻ പള്ളിയിൽ പോകണില്ല കേട്ടോ. അപ്പോൾ ഒരു വരുമ്പോഴത്തിന് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. എന്തായാലും വരുമ്പോഴത്തിനൊന്നും ആവും തോന്നണില്ല. പക്ഷെങ്കിൽ പിന്നെ നിസ്കാരം കുറേ സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ കഴിവായിരിക്കും. കുട്ടി മാറ്റി ആദ്യേ ചിച്ച എന്ത് ചിരിയുടെ. അങ്ങനെ എല്ലാവരും ഇതാ പള്ളിയിൽ പോവാണ് കേട്ടോ. പൊന്നു പർദ്ദയായിട്ടിരിക്കണ്. ആ തട്ട നേരിക്കിട്ടുള്ള തന്നെ ഇനി ഏയർക്കാട്ടോ ഇവിടെ പള്ളി. വരുമ്പോഴത്തെ എല്ലാവരും മുസല്ലിയൊക്കെ എടുത്തിക്കണ്. കാരണം അവിടെ പിന്നെ ഈ പ്രാവശ്യം അവിടെ കട റൂമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ചിലപ്പം മേലെ പെണ്ണുങ്ങളെ സ്ഥലത്താവും കേട്ടോ. അപ്പം ഇനി എനിക്ക് ബാക്കിയുള്ള പണികളാട്ടോ. അധികം വൃത്തികേടൊന്നുമില്ല. ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരു പക്ഷെങ്കിലുണ്ടല്ലോ റൂമിൻ്റെ കഥ കണ്ടോ. എൻ്റെ പോലും മാറ്റി പോയതാട്ടോ. ഈ റൂമിൽ കുറേ മടക്കാണ്ട്, ഡ്രസ്സുകൾ മടക്കാണ്ട്. ബാഗ കണ്ടോ, എന്തോ തിരഞ്ഞതാണ് ഇപ്പോൾ ഈ കാണുന്നത്. മേശയൊക്കെ റെഡിയാക്കാണ്ട്, പാത്രങ്ങൾ കഴുകാണ്ട്. ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഞാൻ പിന്നെ ദമ്മൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കണ്ട അവർ വരുമ്പോഴത്തിന്. കണ്ടോ റെഡി ആയിട്ടുണ്ട്. പായസം ഒക്കെ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. 8 മണിയായപ്പോഴത്തിന് എൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടോ. ഫുള്ളും തുടക്കലും എല്ലാ പണിയും കഴിഞ്ഞ് ഇനി ഒന്ന് മേലെ കാണ്ട്. രാവിലെ ഞാൻ കുളിച്ചിട്ടുണ്ട്, തലയൊക്കെ നനച്ച് കുളിച്ചതാണ്. അപ്പം എന്നാൽ മേലെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചൂട്. ഈ 8 മണിയായപ്പോൾ തന്നെ ഇവിടെ നല്ല ചൂടായിട്ടുണ്ട്. തുടച്ചൊക്കെ വന്നപ്പോഴത്തേന് ആകെ കഴിഞ്ഞ്. എല്ലാവരും പണിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല. നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് പള്ളിയിൽ നിന്ന്. പ്രഭാഷണമാണ്. പ്രഭാഷണം ഇനി ഒരു 8:30 വരെ പ്രഭാഷണമായിരിക്കും. 7:45 നിസ്കാരം കഴിഞ്ഞിരിക്കണം. ഇവർ ഇവിടുന്ന് ചെല്ലപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് പോകുമ്പോൾ അവിടുന്ന് തെക്കുബീർ
ഇതാക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾക്ക് തുടങ്ങിയിട്ടുണ്ടാവും, ചെല്ലുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. പോയോലൊക്കെ വന്നപ്പോത്തിന് എൻ്റെ കുളിയെ കഴിഞ്ഞിട്ടാ. ആദിക്കുട്ടി സുന്ദരനായിട്ട് മീ വലിയ കുട്ടിയായോ. ടാറ്റ ടാറ്റ. പള്ളിയിൽ നിന്ന് കിട്ടിയ മുട്ടായി കേട്ടത്. ഇവിടെ ചേച്ചും തരി ചേച്ചിയെ കണ്ട മുത്തൂട്ടി അമ്മച്ച് കൊന്നാട്ടി കടി കണ്ട ചോദിച്ചിട്ടിടക്കി കണ്ട. എൻ്റെ അല്ലും എനിക്ക് തരുന്നുണ്ട് കണ്ട. എനിക്ക് ഏതും ഇഷ്ടമല്ല, ഇത് മതി. പെരുന്നാൾ പൈസ കൊടുക്കട്ടവാ, കുട്ടിക്കാണ് ആദ്യം കൊടുക്കണം. വാങ്ങിക്കാ ബിസ്മി അല്ലേ. ആ നീ അല്ലുനാണ് കേട്ടാ. അല്ലു വാങ്ങിക്കാ. ബിസ്മില്ലാഹിർ റഹീം. ആ ഇനി മുത്തൊട്ടിക്ക് ഇനി പൊന്നൂനാണ് കേട്ടാ. പൊന്നു ചെല്ലേ ഇനി എനിക്കാണ്. നമ്മളതാ ബിരിയാണിയൊക്കെ അടിപൊളി ബിരിയാണി, ചമ്മന്തി, തൈര് ഒരു ചമ്മന്തി തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും തിന്നൽ തുടങ്ങിക്കണം. ഞാൻ എൻ്റെ ചോറ് ഓനെടുത്ത് അത് കുട്ടാ ഞാൻ ഈ ചോറാട്ടോ. ഇതമ്മച്ചിക്ക് അനക്കതാ മിൽക്കി മേഡ് എന്ന് പറഞ്ഞതാ. കൊണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. പൊന്നൂക്ക് വാരി കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇപ്പച്ചിതാ അല്ലൂനും വാരി കൊടുക്കുന്നു കേട്ടോ. എൻ്റെ പെരുന്നാളിൻ്റെത് വേണ്ട ഇങ്ങനെ വർക്കായിട്ട് ഞാൻ 6 കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നോമ്പായിട്ട്. അതാണ് താഴെ ഇതുപോലെ കേട്ടോ കാലും. ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. കമ്മല് വാങ്ങിക്കണം. ഇത് കൊത്തൊരു കമ്മല് കാണുണ്ടോ. അത് കൂടി കുറച്ച് പൗഡർ ഇടണ്ടേ. ചെല്ല് താത്താൻ്റെ പൊന്നു താത്താൻ്റെ അടുത്തേക്ക് ചെല്ല്. ഓ ഞങ്ങളെ അടുത്തുള്ള വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ വീട്ടിലേക്കാണ് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് പോകണം, ഉമ്മാൻ്റെ കൂടി പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ വാൻ്റെ അങ്ങോട്ടും പോകണം വൈകുന്നേരം. അവിടെ നിന്നൊക്കെ വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ മുത്തൂട്ടിൻ്റെ ഒരു ചങ്ങാഴ്ച വന്ന് പോയി. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം അത് വന്ന് പായസം കുടിച്ച് അപ്പം തന്നെ പോയി. അപ്പം ഇനി ഉമ്മാൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത്. സമയം 12:15 ഇപ്പോഴും. ഞങ്ങൾ മുത്തൂട്ടിൻ്റെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ ഇന്ന് ഇറങ്ങിയിട്ടോ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം അവിടെ കുറേ ആൾക്കാരായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനും വേണ്ടി പിന്നെ ഉമ്മാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സമയം എത്ര ആയിച്ച്? 1 മണിയോ 12:45 സമയം. എത്ര പെട്ടെന്നാലേ. എന്തൊരു ചൂടാണ്, ഭയങ്കര ചൂട്. ഉമ്മാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തെ ഞാൻ ഇത് കണ്ട ചാമ്പക്ക നിറച്ചുണ്ട്. താത്താൻ്റെ മകളും മാപ്പിളയും വന്നിക്കണം. ആ അപ്പം എല്ലാവരും ഫുഡ് കഴിച്ച് കണ്ടൊക്കെ ഇറങ്ങി കേട്ടോ. സിറ്റ് ഔട്ടിലുണ്ട്. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അല്ലുവിൻ്റെ കഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ഇരുന്നത്. അപ്പോൾ അതമ്മ അവിടെ വെറ്റില തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ അല്ലുവിൻ്റെ എൻ്റെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ സാവധാനം ഇതൊക്കെ. പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിച്ചിട്ടോ. കുറച്ച് ഇവിടെ പാലത്തിൻ്റെ അടുത്ത് തോടിൻ്റെ അടുത്ത് വന്നിട്ടാണ് പൊട്ടിക്കണേ. കാരണം ആങ്ങളുടെ ചെറുത് ഉറങ്ങിയിരുന്നു ചെക്കം. അപ്പോൾ പിന്നെ പേടിക്കും കരുതിയിട്ടേ ഭയങ്കര സൗണ്ടിലായിട്ട് പൊട്ടണേ. പിന്നെ ഇതാ അവിടെ ഒരു പൂത്തിരിയില്ലേ, അതാണ് ഇട്ടത്. ഇത് ഭയങ്കര രസമല്ല. അപ്പോൾ ആങ്ങളെ 2 തീപ്പെട്ടി കൂട് കഴിഞ്ഞുകൊണ്ട് ഇതിപ്പോൾ കൊളുത്തി തണുത്തിട്ടാവും പൊട്ടണുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ഇത് പൊട്ടിയിട്ടത് അതുപോലെ മറച്ചൊക്കെ പിടിച്ച് കാറ്റ് വന്നിട്ട് എന്തായാലും അത് കത്തണില്ല. പിന്നെ മരുന്ന് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തൊലിച്ചപ്പോഴൊക്കെ ആട്ടോ പിന്നെ അത് റെഡിയായി കിട്ടിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ തലകൾ അവിടെ കാണണ്ട, കുറേ ആൾക്കാർ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നലെ ബാവനോട് പറഞ്ഞു ഞങ്ങൾക്ക് പടക്കം വാങ്ങി തരുമോന്ന് കേട്ടോ. അതിൽ ഇനി പടക്കമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. മൂപ്പർക്ക് പിന്നെ പുറത്ത് പോകാൻ മടിയാട്ടോ. ഒന്ന് അകത്തേക്കാണ് വന്ന് കയറി പിന്നെ പുറത്ത് പോകില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പടക്കം കിട്ടില്ല കേട്ടോ. ഉമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം ഉമ്മാൻ്റെ കാല് ഇങ്ങോട്ട് മാറ്റാൻ പറയട്ടെ ഞാൻ. അപ്പോൾ അത് അവസാനം ആയിട്ടോ സംഭവം സെറ്റായിട്ടുണ്ട്. എത്ര തീപ്പെട്ടിക്കൊമ്പാണ് വരച്ച് കഴിച്ചു. പക്ഷെ അടിപൊളി കണ്ടോ. ജാതിക്കുട്ടി ആകെ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. തീപ്പൊരി മാറിയിട്ട് മാരാട്ടോ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോകാനിട്ടത്. ഉമ്മാൻ്റെ വീട്ടിൽ ആരുമില്ല, അമ്മായും കുട്ടികളും തന്നെ ഉള്ളൂ, അമ്മോനും. അപ്പോൾ എന്നാലും കുറേ കാലമായി പോയിട്ട്. അങ്ങനെ അത് അമ്മാനെയും താത്താനെയും ഒക്കെ കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ താത്താൻ്റെ കൊണ്ടോട്ടിത്തെ ഓലും വന്നിക്കണം. താത്താൻ്റെ മരുവോളും 2 കുട്ടികളും ഓലും വന്നിക്കണം കേട്ടോ.
പോലെ ഞങ്ങളെ ബാക്കിലുണ്ട്. അങ്ങനെ ഇത് ഈ സ്ഥലം കണ്ടാൽ ഞങ്ങൾ പുലിനെ പിടിച്ചിരുന്നില്ല. അപ്പം അടുത്ത് ആ ഒരു സ്ഥലമാണിട്ടത്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഇവിടെ ഈ താഴത്ത് ഈ വീടിൻ്റെ ആടുകളായിട്ട് കഴിച്ചിരുന്നത്. വീടിൻ്റെ അവരെ താഴത്താണ് ആട്ടും കൂട്. അവിടുത്തെ ആടുകളായിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഉമ്മാൻ്റെ വീടെത്തിയിട്ടുണ്ട്. അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ഇത് അടക്കാപ്പായം വാങ്ങിയാണ് കേട്ടോ. എത്ര കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെന്നോ. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഫുള്ള് പാടും ഒക്കെ ചെറുപ്പത്തിൽ അധികം ഇവിടെ നിന്നിട്ടുണ്ട്. പിന്നെ വലുതാവുമ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയല്ല. ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോകലൊക്കെ ചുരുക്കം. വല്യമ്മയും വല്യാപ്പ ഇല്ലാതായപ്പോൾ പിന്നെ ആണ് കേട്ടോ നമ്മൾ എല്ലാവരും ഇങ്ങനെ വരവൊക്കെ കുറഞ്ഞ്. അതെല്ലായിടത്തും ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാവും. ഉമ്മ ഇപ്പം ഇല്ലാതായാൽ പിന്നെ ഉള്ള സംഭവം അത്. അങ്ങനെ കുറേ നേരം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ. സംസാരിച്ചുകൊണ്ട് ഇന്ന് അകത്തന്നെയെന്ന് ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാട്ടോ എല്ലാവരും പുറത്തിറങ്ങി. ഇവർ പിന്നെ ഇനിയിപ്പോൾ അവർക്ക് ചെറിയ ആങ്ങളുടെ അവിടെ കയറിയിട്ട് കൊണ്ടുകൂട്ടി എത്തണം. അപ്പോൾ അതാ മാങ്ങൻ്റെ കൊമ്പൊക്കെ താഴ്ത്തി തരികട്ടെ, മാങ്ങ പറിച്ചാനും ഉൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പറിച്ച്. അധികം പുളിയൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റായിട്ടത്. അപ്പോൾ അതാ ഓള് പറിച്ചെന്ന് കേട്ടോ എനിക്ക്. പിന്നെ ഇതെന്തൊരു ചെടിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ അപ്പോൾ പുറത്തേക്ക് അപ്പളെല്ലാം ഇറങ്ങണത്. അല്ലെങ്കിൽ ഞാൻ പാടത്തു കൂടെയൊക്കെ പോകണം വിചാരിച്ചിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ പോകുന്നത് ചെറിയ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇന്നിപ്പോൾ ഞങ്ങൾ മൊത്തം 5 വീട്ടിൽ പോയിട്ടതാ. ഞാൻ പറ്റിയിട്ടില്ല. കുറേ എന്താ വെച്ചാൽ അവിടെയൊക്കെ കുറേ ആളുകളുണ്ടായിരുന്നു. ചെല്ലുന്നിടത്തൊക്കെ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തൂട്ടിയൊക്കെ ഡ്രസ്സ് അയച്ചിടുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഞാൻ ഡ്രസ്സൊക്കെ 8:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഞാൻ ചെറിയ ആങ്ങളെയും നാത്തൂനും വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ വീട്ടിലുണ്ട്, നാത്തൂൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ ആരോ വരുന്ന് ഒരു നാത്തൂൻ്റെ വീട്ടുകാരൊക്കെ വന്നിരിക്കണതാണ്. അപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കട്ടെ പുറത്ത്. കുട്ടികളൊക്കെ കിടന്നു പോണു, ഉറങ്ങിയിട്ടില്ല, ഓല് കിടന്നു. പിന്നെ ഈദ് വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ എല്ലായിടത്തും പോയിട്ട് എല്ലാവർക്കും നിങ്ങൾ കാണുന്ന വ്ളോഗുകളായിരിക്കും എല്ലാവരും കാണുക. പക്ഷെ ഞാനെന്താ വെച്ചാൽ എവിടേക്ക് ചെന്നാലും അങ്ങനെ വീഡിയോ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ശീലമല്ലല്ലോ. നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ പുറത്തൊന്നും ഇറങ്ങി വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വീഡിയോ എടുക്കാനൊക്കെ എനിക്കൊരു ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മളങ്ങനെ എന്താ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും. അതുകൊണ്ടാട്ടോ ആരും കാണാത്തതൊക്കെ. അങ്ങനെ നാത്തൂനും ഓലമ്മയും പിന്നെ ഓല നാത്തൂനും കുട്ടികളും ആങ്ങളെയും എല്ലാവരും പാടെ 10:10 പോകണത്. അപ്പോൾ അവിടെ ഗേറ്റിൻ്റെ അടുത്ത് നിന്നാണ്ട് സംസാരിക്കണം ആളിനോട്. ഓന് ആ പോസ്റ്റിമേൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഈ റോട്ടിലേക്ക് കാണുമല്ലോ എന്നൊക്കെ പറയാനായിട്ട്. അവിടെ ഒരു പോസ്റ്റ് ഉണ്ടാകുന്നു കാണില്ല ഇരുട്ടത്ത്. അപ്പോൾ അതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാൻ പൊന്നിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. പിന്നെ ബാവിൻ്റെ ഫോൺ ബാവിൻ്റെ കയ്യിൽ എന്തോ നോക്കി ഞങ്ങളെയും ബായും. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയില്ല കേട്ടോ വീഡിയോ എടുക്കാൻ. അതുകൊണ്ടാണ് ഓലൊന്നും കാണാത്തത്. അപ്പോൾ നമ്മൾ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എത്ര ഉള്ളൂ. ഞാൻ നാളെ തിരുവരിക്കും കാര്യമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അത് വേറെ പോസ്റ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ബൈ.